അപ്പോൾ ഞങ്ങളൊരു ന്യൂ പ്രാങ്ക് കണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പുറത്ത് വെച്ചെങ്കിൽ അടിപൊളി റാൻഡം പ്ലേയേഴ്സാണ്. ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നവരെ തോന്നാത്ത പ്ലേയേഴ്സാണ്, അമ്മമാരി പ്ലേയേഴ്സാണ്. പക്ഷെ എന്നാലും അവർക്ക് നല്ല കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ എല്ലാവരും അടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നിലത്തേക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരുത്തെ ഫ്രണ്ട് ആവാൻ നോക്കി, പക്ഷേ അവൻ ഞങ്ങളടിച്ച്. സെൻട്രക്സ് ബോക്സിന് നെറ്റ് പോയി എന്ന് പറഞ്ഞു. അവന് ബഗ്ഗല്ല, നെറ്റ് പോയിട്ട് അവിടെ നിൽക്കുകയാണ്. സെൻട്രക്സ് ബോക്സിൽ കയറി വന്നപ്പോൾ ഓനും അടിച്ച് ഞങ്ങളവിടെ തീർന്നു. രണ്ടാമത്തെ കളി ഇതേമാതിരി ഞങ്ങൾ USB എടുത്തിട്ട് കയറി ചെന്നതാണ്. രണ്ടാൾ ഞങ്ങൾ അടിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ടീമേറ്റൊക്കെ പടമായിരുന്നു. അങ്ങനെ ഒരുത്തനെ സ്പോട്ട് ചെയ്ത്, ഒരുത്തനെ നല്ല അത്യാവശ്യം ഡാമേജ് കൊടുക്കാൻ നോക്കിയപ്പോൾ കുറേ ഡാമേജ് കൊടുത്ത്, അത്യാവശ്യം ഡാമേജ് കൊടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു അതെ പറഞ്ഞിട്ട് അവിടേക്ക് നോക്കിയപ്പോൾ ഓൻ ഗ്ലൂ ആയിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കയറി ചെല്ലണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടീമേറ്റ്സ് പറഞ്ഞു വേണ്ട, ഇവിടെ 3 ആൾക്കാരുണ്ട്, അവനെ പിന്നെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ മൂസ് ഇട്ടുകൊണ്ട് കയറി പോയി. അപ്പോഴേക്കാണ് 3 ആളെ അവർ പാടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനി അവിടെയാണ് അടിക്കാനെന്ന് തോന്നി. അവരാച്ചെങ്കിൽ ആ ഡാമേജ് കൊടുത്താലും മെഡ് അടിക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ സ്റ്റോൺ നോക്കായി. സെൻട്രക്സ് ബോക്സും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഇതിൻ്റെ അടിയിൽ ആളുണ്ട് പറഞ്ഞു. അപ്പോൾ മോക്ക കണ്ടപ്പോൾ ഞാൻ അടിക്കാൻ നോക്കിയപ്പോൾ സെൻട്രക്സ് ബോക്സ് എക്സമേറ്റ് ഇട്ട് അടിച്ച്. അങ്ങനെ ഞങ്ങൾ ഇമോട്ടിട്ട് ഓരോ വെറുപ്പിച്ച്. അതിൻ്റെ രണ്ടാമത്തെ ഒരു റിംന വില്ലേജ് സ്റ്റാർട്ടായപ്പോൾ AW എടുത്ത് സ്കോപ്പ് ഇട്ട് ഒരുത്തിന് ഹെഡ് ഷോട്ട് അടിച്ച്. അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അവരുടെ സ്പോണിൽ കയറി പോയതാണ്. അഞ്ഞ് സൂക്കൂണാക്കി നല്ല ഡാമേജ് കൊടുത്തിട്ട് പറഞ്ഞിട്ട് സ്റ്റോൺ അവിടെ കിടന്ന് നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂക്കൂൺ ഇതിൻ്റെ മേലെ ഉണ്ട് പറഞ്ഞ്. സൂക്കൂൺ നല്ല കളിയാണ്. സൂക്കൂൺ സെൻട്രക്സ് ഫ്ലക്സിക്കും സനോന് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഏതാ കിട്ടുന്നതെന്ന് പറയുന്നത് എക്സമേറ്റ് ആവും. അങ്ങനെ ഞാൻ കയറി പോയി AW എടുത്ത് നോക്കുമ്പോൾ സൂക്കൂണൊക്കെ നല്ല അച്ചിപ്പിന്ന് പറഞ്ഞു. മെഡ് അടിക്കുന്ന ഓനൊരു ഹെഡ് ഷോട്ട് എടുത്ത് കളി ഉണ്ട്. രണ്ടാമത്തെ റൗണ്ട് അതേമാതിരി തന്നെ സൂക്കൂണിയും ഈഗനീസ് പറഞ്ഞ ക്യാരക്ടർ ഇട്ട് ആ ചെക്കനും അവിടെ നിൽക്കണ്ടായിരുന്നു. ആ ചെക്കനെ ഞാൻ എന്ത് ചെയ്ത് സ്കോപ്പ് ഇട്ടിട്ട് ഹെഡ് ഷോട്ട് കൊടുത്ത്. അപ്പോഴാണ് നല്ല ഫിനിഷ് ചെയ്യാൻ നോക്കി, ഫിനിഷ് ചെയ്ത് അവനാണ് ഫിനിഷ് ചെയ്ത്. ഈ സൂക്കൂണിനെ അടിക്കാൻ പോവാ പറയുമ്പോഴാണ് സേനോക്ക് നല്ല ആക്ടിവിറ്റി അവൻ നോക്കായി. ഞാൻ ഏടപ്പമിട്ട് ഓനെ അടിക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഓനെ കയറി വിചാരിച്ചു, 2 ആളുള്ള ഈസിയല്ലേ. പിന്നെ ഞങ്ങൾ കയറിയപ്പോഴാണ് നമ്മുടെ സൂക്കോണ സ്റ്റോണിനെ വെച്ച് സ്റ്റോണിനെ നോക്കിയിട്ട് സൂക്കോണയ്ക്ക് ഒരു ഹെഡ് ഷോട്ട് എടുത്ത് സ്റ്റോണിനോട് പൊക്കി. സൂക്കോണനെ ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരുത്തനുണ്ട്, അവനെ ഞാൻ അടിക്കാൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞങ്ങൾ ഇത് മൂസ് ഇട്ടിട്ട് കയറി ചെന്ന് UMP ഇട്ട് അവൻ്റെ തലണ്ട് തല്ലി പൊട്ടിച്ച്. അങ്ങനെ 3-2 ഇതാണ് ലാസ്റ്റ് റൗണ്ട്. എല്ലാവരും 3 ആൾക്കാരെ നോക്കിയിട്ട് ഒരാളുള്ളൂ. ഒരുത്തൻ ഞങ്ങൾ അടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് സേനോൻ്റെ അടുത്തുണ്ട് പറഞ്ഞപ്പോൾ സേന നോക്കായി. അപ്പോൾ ഞങ്ങൾ സേനോൻ്റെ അടുത്ത് പോയി നോക്കിയെന്ന്. സേനോൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ നമ്മളെന്താ സ്റ്റോൺ തോമസിനോട് നല്ല അടി കൊടുത്തിട്ട് ഓനെ നോക്കിയിട്ട് ഞങ്ങൾ പോയി അടിച്ച്.